സോ റിയാദ് സീസണിലെ ഫസ്റ്റ് മാച്ച് ഇന്റർ മിയാമി വേഴ്സസ് സൗദിയിലെ കമ്മിറ്റി ടീമായിട്ടുള്ള അൽ ഹിലാൽ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഐ എൻജോയ്ഡ് ഇറ്റ്. ലൈക്ക് സീരിയസ്ലി വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള ഒരു മാച്ച് അവസാനിച്ചത് 4-3 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ്. ടോട്ടൽ 7 goals ആൻഡ് അൽ ഹിലാൽ ജയിച്ചു. അല്ലെങ്കിൽ കാണേനിട്ടോ, സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ കാണേനോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. എൻ്റെ സൗദി ഗ്രേറ്റർ ദാൻ MLS എന്നുള്ള അജണ്ട ഒക്കെ മാറ്റി വെച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ടി വന്നേനു. പക്ഷേ താങ്ക് യു മാൽക്കം, ആ ഒരു ഗോളിൽ അൽ ഹിലാൽ ജയിച്ചു. ആൻഡ് കറന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മൈ അജണ്ട ലിവ്സ് ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ അൽ ഹിലാൽ വേഴ്സസ് ഇന്റർ മിയാമി എന്നുള്ള ഒരു മാച്ച് എൻ്റെ ആക്ച്വൽ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മാച്ചിന് മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അൽ ഹിലാൽ ഈസി ആയിട്ട് ജയിച്ചേനെ എന്നായിരിക്കും ഞാൻ പറയാം. കാരണം ഈവൻ അൽ നാസറിന് പോലും അൽ ഹിലാലിനെ തോൽപ്പിക്കുക എന്നുള്ളത് അത്രക്കും ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് അൽ ഹിലാലിന് ചെറുതായിട്ട് റഫറിയുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ സൗദിയിൽ കിട്ടലുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു സ്ക്വാഡ് അത്രക്കും ടോപ്പാ. അവർക്ക് നല്ലൊരു ഗെയിം പ്ലാൻ ഉണ്ട്, അവരുടെ പ്ലേയേഴ്സ് അത്രയും കിടിലനാണ്. അതുകൊണ്ട് തന്നെ അൽ ഹിലാൽ സൗദിയിലെ ബെസ്റ്റ് ക്ലബ്ബാന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ആൻഡ് ഇന്റർ മിയാമി വേഴ്സസ് അൽ ഹിലാൽ മാച്ച് വരുമ്പോൾ അൽ ഹിലാൽ ഈസി ആയിട്ട് ജയിക്കുന്നതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു മാച്ചിന്റെ തുടക്കം അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ ഇന്റർ മിയാമി 2 goal കൺസീഡ് ചെയ്തു. ഞാനൊരു 7-up ഒക്കെ പ്രതീക്ഷിച്ചതാ. പക്ഷെ എല്ലാവരെയും സർപ്രൈസ് ആക്കിക്കൊണ്ട് ഇന്റർ മിയാമി സ്കോർ 3-3 ആക്കി. ലൈക്ക് സീരിയസ്ലി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്റർ മിയാമി അത്രക്ക് മോശമായതുകൊണ്ട് എന്നല്ല കേട്ടോ. അൽ ഹിലാലിനെതിരെ ഗോൾ അടിക്കുക എന്നുള്ളത് ഭയങ്കര ടഫാണ്. അവർ ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് സ്ക്വാഡാന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്റർ മിയാമി ഡിഡ് വെൽ. അവർ 3 goal സ്കോർ ചെയ്തു. അൽ ഹിലാലിനെ ചെറുതായിട്ടൊന്ന് ടെൻഷനൊക്കെ അടുപ്പിച്ചു. ബട്ട് സ്റ്റിൽ ഇന്റർ മിയാമി ഫാൻസ് അല്ലെങ്കിൽ മെസ്സി ഫാൻസ് എന്തായാലും അൽ നാസറിനെ 3-0 തോൽപ്പിച്ച ടീമിനെതിരെ ഇന്റർ മിയാമി 3 goal അടിച്ചു എന്നൊക്കെ പറയും. ബട്ട് ഓഫ് കോഴ്സ് ലെറ്റ്സ് ബി റിയൽ, അൽ ഹിലാലിന്റെ സ്റ്റാർട്ടിംഗ് സ്ക്വാഡ് ഒന്നും അല്ലത് ഗൈസ്. ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയല്ല. ഞാൻ എന്തിനാ അൽ ഹിലാലിന് എക്സ്ക്യൂസ് ഉണ്ടാക്കണ്ടേ? ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഓക്കെ, ഇന്റർ മിയാമിയുടെ ഈ ഒരു സ്ക്വാഡ് ആൻഡ് ഇന്ന് അൽ ഹിലാലിന് വേണ്ടിയിട്ട് കളിച്ച ആ ഒരു സ്ക്വാഡ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അൽ ഹിലാലിന്റെ കുറെ മെയിൻ പ്ലേയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അൽ ഹിലാലിന്റെ സ്ക്വാഡ് തന്നെയാണ് ഇപ്പോഴും ബെറ്റർ. സോ അവർ തോൽപ്പിക്കണം ഇന്റർ മിയാമിനെ. ആൻഡ് ദേ ഡിഡ് ഇറ്റ്. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബ്രോ, അൽ ഹിലാലിന്റെ സോഷ്യൽ മീഡിയ വാസ് കുക്കിംഗ്. അവരെന്താണെന്നറിയില്ലടോ, അത്രക്കും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഓരോരോ ട്വീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അൽ നാസറിനെതിരെയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ക്രിസ്ത്യാനോ മെസ്സി എന്നൊന്നുമില്ല, എല്ലാവരും ഗെറ്റ് കുക്ക്ഡ്. ഓരോ സ്കോർഡിനേറ്റും തോറ്റ ദേ വിൽ ഗെറ്റ് കുക്ക്ഡ്. അതന്നെയാണ് ഉണ്ടായത്. അൽ ഹിലാലിനെ കുറിച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, അവർ കമ്മിറ്റി ടീമാണ്, അത്രക്കും നല്ല സ്കോഡ് ഉണ്ട് എന്നുള്ളത്. ഇന്റർ മിയാമിയെ കുറിച്ചിട്ട് 1-2 വാക്കുകൾ പറയാ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, അവരുടെ 2 സെൻട്രൽ ഡിഫൻഡേഴ്സ് ആൻഡ് ഒരു മിഡ്ഫീൽഡർ, എക്സ്പെഷ്യലി ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ 24-ാം നമ്പറാ തോന്നുന്നുണ്ട്, സെൻഡ് ദം ബാക്ക് ടു ചൈന. Like seriously brother, what are you doing? And Suarez, you need to lose weight. He can't run bro. ആൾക്ക് ഓടാൻ വരെ വയ്യ. പിന്നെ ബോൾ എടുത്തിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സുവാരസ് എന്നല്ല, ഇന്റർ മിയാമിയുടെ പ്ലേയേഴ്സ് അൽ ഹിലാലിന്റെ ബോക്സിന് മുന്നിൽ എത്തിക്കഴിഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായം കാണുമ്പോൾ ഓർക്ക് ഷൂട്ട് ചെയ്യാൻ വയ്യ. എന്നിട്ട് അടുത്ത പ്ലെയർക്ക് പാസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് ഓഫ് സൈഡ് ആവും ചെയ്യും. ലൈക്ക് സീരിയസ്ലി മെസ്സിയുടെ പെർഫോമൻസ് ഇറ്റ്സ് ആയിട്ട് ഇതൊരു മെസ്സി ലൈക്ക് പെർഫോമൻസ് ആണെന്നൊന്നും ആരും പറയാൻ പോണില്ല. മെസ്സി ഫാൻസ് എങ്ങാനും മെസ്സി അടിപൊളിയായി കളിച്ചു എന്ന് പറഞ്ഞു വരട്ടെ, തലക്ക് കിട്ടും. ലെറ്റ്സ് ബി റിയൽ. ഓക്കെ, മെസ്സിക്ക് ആളുടേതായിട്ടുള്ള ഇച്ചിരി നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഡീസെന്റ് പെർഫോമൻസ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നത്തിങ് സ്പെഷ്യൽ. ഹി സ്കോർഡ് എ പെനാൽറ്റി. നെയ്മർ അൽ ഹിലാലിന് ഉണ്ടായിരുന്നെങ്കിൽ MSN-ന്റെ കുറച്ച് സ്റ്റാറ്റസ് ഫോട്ടോസ് എങ്കിലും ഇടേനോ. ഈ മാച്ച് കൊണ്ട് പ്രത്യേകിച്ച് മെച്ച ആർക്കും ഉണ്ടായിട്ടില്ല. മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാച്ചിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മിഷായൽ ഡൂയിങ് എ സൂ ഇൻ ഫ്രണ്ട് ഓഫ് മെസ്സി. ഐ മീൻ അതും പുതുമുള്ള കാര്യമില്ല. ഈ ചെങ്ങായി ക്രിസ്ത്യാനോന്റെ മുന്നിൽ സൂടും, ഓൻ അല്ലാതെ ഗോൾ അടിച്ചാലും സൂടും. അത് ആളുടെ സെലിബ്രേഷൻ പോലെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ. നത്തിങ് സ്പെഷ്യൽ ആൻഡ് മെസ്സി ഡിഡ്ന്റ് കെയർ. ഓക്കെ, നിങ്ങൾ വിചാരിക്കാണ് CR7ന്റെ സൂ കണ്ടപ്പോഴേക്ക് മെസ്സിക്ക് എന്തെങ്കിലും തോന്നി. നോ, ഹി ഡോണ്ട് കെയർ. ഐ മീൻ ഇതെന്താ കിള്ളക്കുട്ടികളാ. ഇനി അൽ ഹിലാൽ വേഴ്സസ് അൽ നാസർ ആൻഡ് ഇന്റർ മിയാമി വേഴ്സസ് അൽ നാസർ, 2 കിഡിലൻ നമ്മൾ എന്റർടൈൻ ചെയ്യിക്കുന്ന മാച്ചസ് കൂടെ ഈ ഒരു റിയാദ് സീസണിൽ വരാനുണ്ട്.
CR7 കളിക്കോ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫേം ഒന്നും ആയിട്ടില്ല. എസ്പെഷ്യലി ഇന്റർ മിയാമിക്കെതിരെയുള്ള മാച്ച് നമ്മളെല്ലാവരും CR7 വേഴ്സസ് മെസ്സി കാണാൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിലും അത് നടക്കോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. എന്തായാലും മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.